ഐഷാസ് ഫ്ലവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു ഐഷാസ് ഫ്ലവേഴ്സ്. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ നോക്കുന്നത് നമ്മുടെ മലപ്പുറത്തെ മുരിങ്ങക്കായ മാങ്ങ ഉണക്ക മാന്തൽ കറിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഇതിനെ അരിഞ്ഞ് ചട്ടിയിലേക്ക് ഇട്ട് പച്ചമുളക് കീറിയിട്ട് പിന്നീട് മിക്സിനകത്തേക്ക് ഒരു മുറി തേങ്ങയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും തേങ്ങയും കൂടി നന്നായി 5 ചെറിയ ഉള്ളിയും 2 വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മഷി പോലെ അരച്ചെടുത്തിട്ടോ. എന്നിട്ട് ഉപ്പിട്ട് വെച്ച് അടുപ്പിലേക്ക് വെച്ചിട്ടോ. ഇത് മലപ്പുറത്തിൻ്റെ ഒരു ഒഴിച്ചുകറിയാണ്. ശരിക്കും സത്യത്തിൽ മീനൊന്നും കിട്ടില്ലെങ്കിൽ ഉണക്കമീൻ കറി വയ്ക്കും. അന്ന് ഉണക്കമീൻ കറി വയ്ക്കുമ്പോൾ നമ്മൾ ആ താളിച്ചൊക്കെ ഒഴിക്കുമ്പോൾ 10 വീടിൻ്റെ അപ്പുറത്തേക്ക് വരെ ഈ മണം കിട്ടും. അത്രയ്ക്ക് രസമാണ്. പിന്നെ വീട്ടിൽ കയറി വരുമ്പോഴും നല്ല മണമായിരിക്കും. അങ്ങനെ ഇത് അടുപ്പിൽ വെച്ചതിന് ശേഷം നല്ലോണം തിളച്ചിട്ട് ആ മുളക് പൊടിൻ്റെയും മഞ്ഞൾപ്പൊടിൻ്റെ കുത്തൽ മാറണം കേട്ടോ. കുത്തൽ മാറിക്കഴിഞ്ഞതിന് ശേഷം നമ്മളിത് കഴുകി വെച്ചിരിക്കുന്ന ഉണക്ക മാന്തൽ ഇതിനകത്തേക്കിടാം. കുറേ ഉണക്ക മാന്തളൊന്നും ഇടില്ല. ഞാൻ ആകെ ഇടുന്നത് കറിയിലേക്ക് ഒരു 6-8 ഉണക്ക മാന്തലായിട്ടിരിക്കുന്നത് കേട്ടോ. എന്നുവെച്ചാൽ ഉണക്ക മാന്തലിൻ്റെ ചൊവയാണല്ലോ നമുക്ക് വേണ്ടത്. ഉണക്ക മീനിൻ്റെ ചൊവയാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് അത്രയും ഇട്ടത്. പിന്നീട് ഇത് താളിച്ചൊഴിക്കാൻ വേണ്ടി നമ്മൾ ഇതുണ്ടോ നല്ല കുറുകി നല്ല ഇത് കുറുക്കുണ്ട്. ഇനി ഞാൻ താളിക്കുമ്പോൾ ഒരു ശകലം വെള്ളം എടുത്തതിലേക്ക് ഒഴിക്കണം. കുറച്ച് കുറുക്കുണ്ട്, മാങ്ങയുടെ ആ കുറുക്കാണ് അതിനകത്ത് വരുന്നത്. അപ്പം പിന്നെ നമ്മൾ താളിച്ചൊഴിക്കണം. താളിച്ചൊഴിക്കുമ്പോൾ ചട്ടി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വേറെ ഒന്നും എടുത്ത് വെറും ചെറിയ ഉള്ളിയും കരിവേപ്പിലയും മാത്രം ഇട്ടിട്ട് താളിച്ചൊഴിക്കുക. അപ്പോൾ ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായി. താളിക്കുമ്പോൾ തന്നെ നല്ല മണം. മീൻ തിളച്ച് വരുമ്പോൾ തന്നെ ഈ ഉണക്കമീൻ്റെ കറി തിളച്ച് വരുമ്പോൾ തന്നെ എനിക്ക് ചോറെടുത്ത് കഴിക്കാൻ തോന്നുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ഇതിനകത്ത്. നമ്മൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ എടുക്കുന്നവരാണ്. അപ്പോൾ എടുക്കുന്നതുകൊണ്ട് നമ്മൾക്കിത് തിളച്ച് വരുമ്പോഴത്തേക്ക് എനിക്കിപ്പോൾ തന്നെ ചോറ് തിന്നണം എന്നുള്ളത്. വെച്ചാൽ എനിക്ക് 2 മണിക്കേ ചോറുണ്ണാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നിട്ട് നമ്മൾ താളിച്ച് ഇതിനകത്തേട്ട് ഒഴിക്കണം. എന്നിട്ട് ഒഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കുറുക്കലോണ്ട് ഞാൻ കുറച്ച് ചുടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചട്ടിയിൽ ഒഴിച്ച് ചുഴറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നല്ലൊരു ഉണക്കമീൻ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളിതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കും. നിങ്ങളെന്തായാലും ഉണ്ടാക്കണം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്, മറക്കരുത്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എല്ലാവരും ഉണ്ടാക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണേ, മറക്കരുത് കേട്ടോ. എന്നിട്ട് നിങ്ങളിത് കൂട്ടി കഴിക്കുക. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിനകത്തിട്ട്, ചുടുവെള്ളം നമ്മൾ താളിച്ച് ചട്ടിയിലേക്ക് ഒഴിച്ചതാണ്. ഓക്കെ, താങ്ക് യു.